ഇപ്പോൾ കഴിഞ്ഞ ഗൂഗിൾ ഇവന്റിൽ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള AI ഇമേജ് ഫീച്ചേഴ്സ് ഗൂഗിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ആദ്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആഡ് മീ എന്ന് പറയുന്ന ഫീച്ചറാണ്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ പുറത്തു പോയി എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റൊരു സ്ട്രേഞ്ചറിനെ കൊണ്ടാണല്ലോ എടുപ്പിക്കാറ്. ഇനി അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ആഡ് മീ എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ച് നമ്മുടെ കൂടെയുള്ള ആളെ കൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പിച്ചിട്ട് അയാളെ പ്രത്യേകമായി വേറൊരു ഫോട്ടോ എടുത്ത് ഈ രണ്ട് ഫോട്ടോയും കൂടെ ക്ലബ് ചെയ്ത് ഒരൊറ്റ ഫോട്ടോ ആക്കാൻ പറ്റും. അത് അടിപൊളിയല്ലേ? പിന്നെ അതുമാത്രമല്ല, ആക്ച്വലി നമ്മൾ ഈ ഫോട്ടോ ഒക്കെ സൂം ഇൻ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ആ ഒരു ക്ലാരിറ്റി പോകാറുണ്ടല്ലോ. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോസ് സൂം ഇൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള ഫീച്ചർ ആണെങ്കിലും ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയുടെ കാര്യമാണെങ്കിൽ 4K വീഡിയോനെ 8K വീഡിയോയിലോട്ട് അപ്സ്കെയിൽ ചെയ്യുന്ന ഒരു ഫീച്ചർ ആണെങ്കിലും ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിലുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ റീപൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആണെങ്കിലും ഗൂഗിൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആപ്പിൾ AIക്ക് ഒരു കോമ്പറ്റീഷൻ ഗൂഗിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.